ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി 2 നോർത്ത് ഇന്ത്യൻ കറികളാണ് കാണിക്കുന്നത്. ഷാഹി ദാലും ദാൽ ഫ്രൈയുമാണ് കാണിക്കുന്നത്. ചപ്പാത്തിക്കും നാനിനും പൊറോട്ടക്കും ബസ്മതി റൈസിനും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 2 കറികളാണ് കാണിക്കുന്നത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ഷാഹി ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പ്, ഇഷ്ടമുള്ള എല്ലാ പരിപ്പും ഇതിന് ഉപയോഗിക്കുന്നത്. മിക്സ് ദാൽ കറിയാണ്. ഇഷ്ടമുള്ള എല്ലാ പരിപ്പുകളും ഇതിന് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 3 പരിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്. തോരപ്പരിപ്പ്, ഇനി ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഏത് പരിപ്പ് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ചേർക്കാം. ഇതിനി കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് വേവിച്ചെടുക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ജീരകം, 2 ഏലക്കായി, 2-3 ഏലക്കായി, ചെറിയൊരു പട്ട ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് സവാള ചേർക്കാം. ചെറിയൊരു സവാള ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ചേർത്ത് വഴറ്റാം. വേവിച്ച് വെച്ചിരിക്കുന്ന ദാല് ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. വളരെ കുറച്ച് കസൂരി മേത്തി പൊടിച്ച് ചേർക്കാം. മല്ലിയിലയും ചേർക്കാം. ഷാഹി ദാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഏത് ദാല് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറുപയർ, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, ഏത് പരിപ്പ് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ദാല് ഉണ്ടാക്കാം. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിനി വറുത്തിടാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ജീരകം, വെളുത്തുള്ളി, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇതിനി അതിലോട്ട് ഒഴിക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഇതിൻ്റെ മേലെ ഒഴിക്കാം. ഷാഹി ദാൽ കറി റെഡിയായി. ഇത് ചപ്പാത്തി, പൊറോട്ട, നാന്, ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് ഷാഹി ദാൽ, മിക്സ് ദാൽ കറി. അടുത്ത റെസിപ്പി ദാൽ കൊണ്ടുള്ള ഒരു ദാൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുക്കറിൽ ഒറ്റ വിസിൽ, കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ ഒരു വിസിൽ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കാം. ഒരു പാനിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് വളരെ കുറച്ച് ജീരകം ചേർക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം എപ്പോഴും കടുകല്ല അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, ജീരകമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർക്കാം. തക്കാളി വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. ഒരു ചെറിയൊരു പീസ്, ഒരു ചെറിയ തക്കാളിയുടെ ചെറിയൊരു ഭാഗം ഇതിൽ ചേർക്കുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർക്കാം. ദാൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇടാം. എപ്പോഴും ദാൽ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. മിക്ക ആൾക്കാർക്കും ദാൽ ഗ്യാസാണെന്ന് പറയും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം കൂടുതലും ജീരകം,
വെളുത്തുള്ളി, ഇഞ്ചി അവർ കൂടുതലായി ഉപയോഗിക്കും. ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മല്ലിയില, തക്കാളി വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള 2 തരം ദാലിൻ്റെ കറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊറോട്ടയും ദാൽ ഫ്രൈയും ഷാഹി ദാലുമാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ചപ്പാത്തി ആയാലും ഭട്ടൂരി ആയാലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.